ഹായ് ഹലോ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇത് സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം കുഞ്ഞ് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഫർണിച്ചർ നോക്കണമായിരുന്നു. ബ്രദറിൻ്റെ മോന് ഒരു സ്റ്റഡി ടേബിൾ. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോയി ഒന്ന് സ്റ്റഡി ടേബിളും കാര്യങ്ങളൊക്കെ നോക്കി അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. അത് കഴിഞ്ഞ് നേരെ വിട്ടത് ലുഡോ കഫേയിലോട്ടാട്ടോ. അതായത് മാളയിൽ നിന്ന് കോട്ടമുറി കഴിഞ്ഞ് പോരുമ്പോൾ നമുക്ക് ഒരു ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണാൻ പറ്റും ലുഡോ കഫേ. കഫേ നല്ല നല്ല ആംബിയൻസ് ഉള്ള കഫേയാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ കയറി അപ്പോൾ ചേച്ചി പറഞ്ഞു വെച്ചാൽ നമുക്ക് പുറത്ത് ഒരു ഓപ്പൺ സ്പേസ് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞു. എന്നാൽ ശരി എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയും നല്ല ആംബിയൻസ് ആട്ടോ. നൈറ്റൊക്കെ വൈബ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഞാൻ. പിന്നെ അവിടെ ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട്. അപ്പോൾ പ്ലേ ഏരിയ കണ്ടപ്പോൾ തുടങ്ങി മോൾക്ക് അവിടെ പോയി കളിക്കാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് നമുക്ക് അവിടെ ഇരുന്ന് ഇതൊന്ന് സെറ്റായതിന് ശേഷം നീ പോയി കളിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങളവിടെ ഒരു സ്പേസൊക്കെ ഞങ്ങൾ സെറ്റാക്കി ഞങ്ങളവിടെ ഇരുന്നു. അവൾ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവൾ പോയി കളിക്കാനായിട്ടിട്ട് പോയി. അങ്ങനെ കളിക്കുകയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആൾ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ആൾക്ക് ജ്യൂസ് വേണം ഇത് വേണം എന്ന് പറഞ്ഞു. പിന്നെ ആൻറ്റിയും മോളും കൂടിയിട്ട് മെനു കാർഡുകളൊക്കെ നോക്കാനായിട്ട് തുടങ്ങി. മെനു കാർഡുകൾ നോക്കി അതിനകത്ത് എന്ത് വേണം എന്നുള്ളത് അവർ തന്നെ സെലക്ട് ചെയ്തു. ഫൈനലി നമ്മൾ സെലക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഞ്ച് ഫ്രൈസും സോസും, പിന്നെ അവൾക്ക് ലെമൺ ജ്യൂസ് മതി എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളെല്ലാവരും പൈനാപ്പിൾ ജ്യൂസും. അങ്ങനെ ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ എന്താണെന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക. വർത്തമാനം പറഞ്ഞൊക്കെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അവർ വിളിച്ചിട്ട് പറഞ്ഞു മൂവി ഏകദേശം കഴിയാറായിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അവരെയും പോയി കൂട്ടണമല്ലോ. അങ്ങനെ വീണ്ടും ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മൺസൂൺ മാളിലോട്ട് പോയി അവരെയും കൂട്ടിയിട്ട് എന്ത് ചെയ്തു വീട്ടിലോട്ട് പോയിട്ടാ. മഴയും അത്യാവശ്യം മഴയൊക്കെ കിട്ടി, ഒന്ന് ചില്ലൊക്കെ ചെയ്തു എന്ന് പറയാം.